ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ടിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വരുന്നത്. വേറൊന്നുമില്ല, നമ്മൾ കറിവേപ്പിലേൻ്റെ മുകളിലുണ്ടാകുന്ന ആ പുഴുക്കൾ ഉണ്ടാവുമല്ലോ, ആ പുഴുക്കൾ പോകാനുള്ള ഒരു മരുന്നും അതുപോലെ തന്നെ ഇതുപോലെ നല്ല തഴച്ച് വളരാനുള്ളൊരു മരുന്നുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് കണ്ട കറിവേപ്പാണ് ഈ ഒരു കറിവേപ്പ്. അത് ഈ പരീക്ഷണത്തിന് ശേഷമാണ് ഇതുപോലെ നല്ല സ്ഫുടതയോടെ വളർന്നു വന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. എല്ലാവരും കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. വീട്ടിന് മുറ്റത്തൊരു കറിവേപ്പ് മരം ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പരീക്ഷിച്ചതിന് ശേഷം ഉണ്ടായ കറിവേപ്പാണ് കേട്ടോ ഇത്. നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എൻ്റെ കറിവേപ്പ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റിൽ കാണിച്ചുള്ളൂ അതായിരുന്നു. അതിന് ശേഷം ഞാനത് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഒരു 2 ദിവസം 3 ദിവസം മുമ്പേ ഉള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ നമുക്ക് സുർക്കയെ അല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും അത് ലേശം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കട്ടെ, ഈ പുഴുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളം ഇനി പച്ചവെള്ളത്തിലായാലും കുഴപ്പമില്ല, പക്ഷെ കഞ്ഞിവെള്ളം ആകുമ്പോൾ ഒന്നും കൂടി ബെറ്ററാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ചെറുനാരങ്ങ ഇവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളത് എടുത്തിട്ട് ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഓലെന്താക്കി സർബത്ത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അതിലൊക്കെ കലക്കിയതാണ് സർബത്ത്. അത് കൊണ്ടുവന്നിട്ട് കലക്കിയിട്ട് കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എല്ലാ സംഭവവും കഴിഞ്ഞിട്ട് ഇതിൻ്റെ തോടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അതാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്താക്കി അതെടുത്തു. അത് കുഴപ്പമില്ലല്ലോ, എന്നാലും ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് ഇറ്റിച്ച്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഈ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് സുർക്ക ഉണ്ടാവുമല്ലോ, സുർക്ക ഒറ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ തോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി പിഴിഞ്ഞിട്ട് അത് അതിലേക്ക് തന്നെ ഇട്ടച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ പുളിപ്പ് അങ്ങനത്തെ ഇറങ്ങിക്കോളും. പിന്നെ കഞ്ഞിവെള്ളം തന്നെ 2 ദിവസം 3 ദിവസം വെച്ചാൽ തന്നെ നല്ല പുളിപ്പ് വരും. ഇത് തലേന്നത്തെ 2 ദിവസം മുന്നത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം സുർക്കയും കൂടി ആഡ് ചെയ്തു. ഒരു 2-3 തുള്ളി ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ ഇതാണ് ഈ കറിവേപ്പ് മരത്തുമുള്ള പുഴുക്കൾ പോകാൻ ഏറ്റവും ഉത്തമമായൊരു മാർഗം. ഈ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചെടുക്കും, പക്ഷേ അതതിൻ്റെ അടിക്കൊന്നുമല്ല ഒഴിച്ചു കൊടുക്കില്ല. അതെങ്ങനെ ഒഴിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ സുർക്കയും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടോ. ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളം ഞാൻ പറഞ്ഞു, 2 ദിവസം മുമ്പത്തെ കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞു. അന്നത്തെ കഞ്ഞിവെള്ളം ഒന്നും എടുത്തേക്കരുത്. എന്നിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് കറിവേപ്പ്. ഈ കറിവേപ്പിന് ഈ ഒരു പരീക്ഷണം ചെയ്തതിന് ശേഷമാണ് ആ കറിവേപ്പ് ആ ഒരു വിധത്തിലായത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കറിവേപ്പ് എന്ന് പറയുന്നത്. ഈ മരം ഇങ്ങനെ ഇലകളൊക്കെ കൊഴിഞ്ഞ് വാടി അതുപോലെ തന്നെ ഒരു തരം എന്തോ ഒരു പുഴുക്കൾ ഉണ്ടായിക്കുക. അതിന് ശേഷമാണ് എനിക്ക് ഈ കറിവേപ്പ് ഇങ്ങനെ ആയത്. നല്ല മാറ്റമല്ല ഉണ്ടായത്. സത്യം ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്താൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കറിവേപ്പ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കേണ്ടതും കൂടി പറഞ്ഞുതരാം. നമ്മൾ ആ കഞ്ഞിവെള്ളം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ സുർക്ക നാരങ്ങ നീര് എന്താണോ നമ്മൾ ഒറ്റിച്ച് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ തോല് ഞാൻ വെറുതെ ഇട്ടതാണ്. എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഈ ഇലകളുമേലാണല്ലോ ഈ പുഴുക്കൾ വന്ന് നിൽക്കുക. അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കുടഞ്ഞ് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് കുടഞ്ഞിങ്ങനെ കൊടുക്കുക ചെയ്യേണ്ടത്. ഒരുപാട് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. മുകളിലേക്കായാലും താഴേക്കായാലും ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ ഇലമേലൊന്ന് കുഴഞ്ഞെടുക്കുക. ഇത് മുളക് മരത്തിനും പറ്റും കേട്ടോ. മുളക് മരത്തിൻ്റെ അവിടേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താലും നന്നായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന മരുന്നിനേക്കാളും ഏറ്റവും ബെറ്ററാണ്. ഇതാകുമ്പോൾ വിഷങ്ങളോ ഒന്നും ഇല്ലല്ലോ, നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയൊരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ കറിവേപ്പ് തഴച്ച് വളരാനും അതിൻ്റെ മുകളിലുള്ള പുഴുക്കൾ പോകാനുമുള്ളൊരു വലിയൊരു മാർഗ്ഗം. നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.